ഏതെങ്കിലും ഒരു തെറ്റിൽ വീഴാത്ത മനുഷ്യർ ഇന്ന് വളരെ കുറഞ്ഞ ശതമാനം ഉണ്ടാവും. ഒന്നുകിൽ ഒരു പെണ്ണ് കേസ്, അല്ലെങ്കിൽ പണത്തിൻ്റെ കേസ്, അല്ലെങ്കിൽ ലഹരിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നുണപ്രചരണങ്ങളിൽ, വേണ്ടാത്തരങ്ങളിൽ, എവിടെയെങ്കിലും ചൂതാട്ടത്തിൽ, പലിശയിൽ പെടാത്ത ഏതെങ്കിലും ഒരു തിന്മയിൽ പെടാത്ത ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം നമ്മളോട് പറയാണ്, എത്ര പാപം നമ്മുടെ കയ്യിലുണ്ടോ അത്രയും നമ്മൾ വരിഞ്ഞു മുറുക്കപ്പെട്ട, സ്വസ്ഥത നഷ്ടപ്പെട്ട മനസ്സുമായിട്ട് ജീവിക്കേണ്ടി വരും. ചെയ്യുമ്പോൾ ഒരു സുഖം സന്തോഷമൊക്കെ ഉണ്ടാവും, അതങ്ങ് കഴിഞ്ഞാൽ പിന്നീട് നേറിപ്പുകയാണ് ജീവിക്കുക. ഇവിടെയാണ് ഇസ്ലാം പറയുന്നത്, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് വിനയപ്പെട്ട് കീഴ്പ്പെട്ട് മടങ്ങി വാ, സമാധാനം കിട്ടും, നിനക്ക് ഹൃദയം തുറക്കും. അൽ ഇനാബത്തു, ഇബ്നു ഖയ്യിം അൽ ജൗസി തങ്ങൾ പറയാണ്, അൽ ഇനാബത്തു, അല്ലാഹുവിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ഹിയ ഉഖൂഫുൽ ഖൽബി അലല്ലാഹി അസ്സ വജല്ല ബിമഹബ്ബതിഹി വഖൗഫിഹി വറജാഇഹി. ഒരു തെറ്റിങ്ങനെ ചെയ്യാൻ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ചെയ്യാ, എൻ്റെ റബ്ബ് എനിക്ക് ഇത്രയും സ്നേഹം തന്നവനാണെന്ന ബോധ്യത്തോടെ മാറി നിൽക്കുക. ഞാൻ എങ്ങനെയാ തെറ്റ് ചെയ്യാ, പടച്ച റബ്ബിന്റെ നരകമാണ് എന്റെ മുമ്പിൽ വരാനിരിക്കുന്നത്, ഞാൻ എങ്ങനെയാ തെറ്റ് ചെയ്യാ, എനിക്ക് സ്വർഗം നഷ്ടപ്പെടുമല്ലോ എന്ന ബേജാറോടെ പടച്ചവനിലേക്ക് മടങ്ങുന്നതിന്റെ പേരാണ് ഇനാബത്ത്.